നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ വിയർത്ത് ഒക്കെ ഇരിക്കുന്നത് എന്ന്. ചൂട് കൊണ്ട് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഫ്രഷായിട്ട് വന്നിരുന്നതാണ്. പക്ഷെ വിയർപ്പിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് ഒരുപാട് സ്ത്രീകൾ വീടുകളിൽ ഇരിക്കുന്നവരുണ്ട്. ആ വീടുകളിൽ ഇരിക്കുന്ന, അതല്ലെങ്കിൽ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മുടെ പണ്ടത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരമൊന്നും ഒരുപാട് അനങ്ങി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്നില്ല. എല്ലാ സ്ത്രീകളും പുറത്തു പോയി എക്സസൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല. ഇപ്പം ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകളിൽ ജോലി ചെയ്യുന്ന എന്നെപ്പോലെ ഇരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാഹചര്യം എന്താണെങ്കിലും നമ്മൾ കിടക്കുന്ന ഒരു റൂം ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശീലിക്കുക. നമ്മൾ ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ ദിവസവും എന്ത് വാർത്തയാണ് നമ്മളെ തേടി വരുന്നത് എന്ന് നമുക്കൊരിക്കലും ഒന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ സാമ്പത്തിക പരിമിതികളും ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയും നമ്മുടെ കടബാധ്യതകളും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തകളും ഇന്നാട്ടിലെ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സുലഭമായ ആ ഒരു ലഭ്യതയും ഒക്കെ ഭയങ്കരമായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിലും ഭീകരമാണ് ഓരോ രോഗങ്ങൾ. നമ്മളെ തേടി എന്താണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്, നിങ്ങൾ എക്സസൈസ് ശീലിക്കുക. അത് ശീലിച്ചാൽ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ഒന്ന് മെനക്കെട്ടാൽ മതി. നമുക്ക് പറ്റുന്നത് പോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. ഒരിക്കലും ഇന്ന എക്സസൈസ് ചെയ്യ് എന്ന് ഞാൻ പറയത്തേയില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനാണോ ഇഷ്ടം, ഡാൻസ് കളിച്ചോളൂ. പാട്ട് വെച്ച് നല്ല തകൃതിയായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളുണ്ട്, അവരൊക്കെ ഡാൻസ് കളിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ മനസ്സിന് ചേരുന്നത് എന്താണെന്ന് തോന്നുന്നു, പാട്ട് കേട്ടോണ്ട് എക്സസൈസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്തൊരു അസ്വസ്ഥമാണ് അല്ലേ നമ്മുടെ ശരീരമൊക്കെ. എന്നാൽ നമ്മുടെ വയറ് പകുതിയേ നിറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു ഉറക്കം പോലും വളരെ സുഖമായിരിക്കും. ഒരാഴ്ച നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എത്രമാത്രം സുഖമാണ് ആ ഒരു നമ്മുടെ ജോലി ചെയ്യാൻ, നമുക്ക് ഓരോ ദിവസങ്ങൾ കടന്നു പോവാൻ, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ ശരീരം ഇങ്ങനെ വളരെ ലൂസായിട്ട്, ഭയങ്കരമായും ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ശരീരത്തിന് എപ്പോഴും മടിയായിരിക്കും, എപ്പോഴും ഒരു ഉദാസീനതയായിരിക്കും. അതിൽ നിന്നും മാറി നമ്മൾ എല്ലാത്തിനെയും തരണം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത്, നമ്മളെ തേടി വരുന്നത് എന്താണ് എന്ന് നമുക്ക് അറിയത്തില്ലാത്തിടത്തോളം കാലം പ്രതീക്ഷയോടുകൂടി, അതായത് നമ്മളെ തേടി പലതും വന്നേക്കാം, അതിനെതിരെ ഇടിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറെടുത്ത് ജീവിക്കണം. കാരണം പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊന്നും ഇന്നത്തെ പോണക്കുള്ള വാർത്തകളൊന്നും നമ്മളെ തേടി വരാനേ ഇല്ല. അന്നൊക്കെ നമ്മൾ കൂലിപ്പണി ചെയ്ത്, അതല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് അധ്വാനിച്ച് അതിൽ നിന്നുള്ള ഫലമെടുത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ മദ്യവും മയക്കുമരുന്നും സുലഭമാണ്. അവരൊക്കെ എത്രയോ പേരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നതാണ് സത്യം. നമ്മൾ ആലോചിച്ച് മനക്കണക്കുകൾ കൂട്ടി, നമ്മുടെ സാമ്പത്തിക പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കുന്ന ആ ഒരു ഇതിലേക്കാവട്ടെ, ആ ഒരു തീരുമാനമാവട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോവാറുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതം കുറെ കൂടി മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് പോവുക. തളർന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ ഏതുമാവട്ടെ, നമുക്ക് പറ്റുന്ന കാലത്ത് നമുക്കാവതുള്ളതുപോലെ ശരീരമൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്ത് ഒന്ന് നല്ല സ്മൂത്താക്കി ഒന്ന് വെച്ച്, നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ബോൾഡാക്കി വെച്ച്, ഒന്നിൻ്റെയും മുൻപിൽ പതറിപ്പോവില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക. വീണു പോവും, എന്നാലും നമുക്ക് എഴുന്നേൽക്കാൻ ഒരു ഊർജം പകരും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.